നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സമിതിയെ തള്ളി സർക്കാർ. ശബരിമല നിരീക്ഷക സമിതിക്കെതിരെ സർക്കാർ. യുവതികൾക്ക് സംരക്ഷണം നൽകരുതെന്ന സമിതിയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളി. സമിതിയെ നിയോഗിച്ചത് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ. നിരീക്ഷക സമിതി ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമെന്ന് വിമർശനം. യുവതികൾക്കുള്ള സുരക്ഷ മറ്റ് ഭക്തരുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. മല കയറാൻ യുവതികൾ എത്തിയാൽ സുരക്ഷ നൽകാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ശബരിമലയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ നിരീക്ഷക സമിതി മിണ്ടുന്നില്ലെന്നും സർക്കാരിന്റെ ആരോപണം. സന്നിധാനത്ത് ചിലർ നിയമം കയ്യിലെടുത്തത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെന്നും സർക്കാർ. സംവരണത്തിന് കേന്ദ്രം. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സുപ്രധാന തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം നടപ്പിലാക്കാൻ ഇന്നു ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ധാരണ. 10% സംവരണം ഏർപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട് നാളെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനും സർക്കാർ നീക്കം. സാമ്പത്തിക സംവരണം ആവശ്യപ്പെട്ട് മുന്നോക്കക്കാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. 50%-ലധികം സംവരണം നൽകരുത് എന്നാണ് സുപ്രീം കോടതി വിധി. എന്നാൽ ഇത് 10% കൂടി ഉയർത്തി 60%-ആക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഈ സംവരണത്തിന്റെ ഗുണം ലഭ്യമാവുക എന്ന് സൂചന. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മുന്നോക്ക സംവരണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് NSS. തീരുമാനത്തിലൂടെ കേന്ദ്രം തെളിയിച്ചത് സാമൂഹ്യനീതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീതിബോധവും ഇച്ഛാശക്തിയുമെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കി. ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള കടമ്പകൾ കടക്കണം. അംഗീകാരം ലഭിച്ചത് അരനൂറ്റാണ്ടായി NSS ആവശ്യപ്പെട്ടുള്ള കാര്യത്തിനെന്നും വാർത്താക്കുറിപ്പിലൂടെ സുകുമാരൻ നായർ. മുന്നൊരുക്കവുമായി പോലീസ്. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നാളെയും മറ്റന്നാളും നടത്തുന്ന പണിമുടക്ക് ഹർത്താലാകാതിരിക്കാൻ മുൻകരുതലുമായി പോലീസ്. പണിമുടക്ക് ഹർത്താലാകരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. സ്കൂളുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും സുരക്ഷ നൽകണം. അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും DGP. പോലീസിന്റെ നീക്കം ഹർത്താലിനെതിരെ ഹൈക്കോടതി കർശന നിലപാടെടുത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിക്കും. പണിമുടക്കിൽ നിന്ന് അവശ്യ സർവീസുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ഒഴിവാക്കിയെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വാഹനങ്ങൾ തടയില്ല. പണിമുടക്ക് ഹർത്താലായി മാറില്ലെന്നും സമരസമിതി. തുടർച്ചയായുണ്ടായ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് സമരസമിതി. അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ തടയില്ല. പാൽ, പത്രം, ആശുപത്രികൾ, ടൂറിസം മേഖലകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യും. വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക, കുറഞ്ഞ വേതനം 18,000 രൂപയാക്കുക, സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ പണിമുടക്ക്. സംസ്ഥാനത്തെ 19 ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കും. റഫാലിൽ വിടാതെ കോൺഗ്രസ്. ശൈത്യകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ BJPക്കെതിരെ റഫാലിൽ ആക്രമണം തുടർന്ന് കോൺഗ്രസ്. വിവാദം കൊഴുക്കുന്നതിനിടെ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. റഫാലിൽ 15 മിനിറ്റ് സംവാദത്തിന് മോദി തയ്യാറാണോ എന്ന് രാഹുലിന്റെ ചോദ്യം. പ്രധാനമന്ത്രി എന്തുകൊണ്ട് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് ചോദിച്ച രാഹുൽ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ കളവ് പറയുകയാണെന്ന് വീണ്ടും ആവർത്തിച്ചു. HAL-ന് 1 ലക്ഷം കോടിയുടെ കരാർ നൽകിയെന്ന് പറയുമ്പോഴും ശമ്പളം നൽകാനാകാത്ത പ്രതിസന്ധിയിലാണ് HAL എന്ന് രാഹുലിന്റെ വിമർശനം. BJP നീക്കം മിടുക്കരായ HAL-ലെ എഞ്ചിനീയർമാരെ അംബാനിയുടെ പക്കലെത്തിക്കാൻ. റഫാൽ ഇടപാടിനെക്കുറിച്ച് JPC അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടു. റഫാൽ വിഷയത്തിൽ ലോക്സഭയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമന്റെ വിശദീകരണം. HAL-ന് 1 ലക്ഷം കോടി രൂപയുടെ കരാർ നൽകിയത് വസ്തുതയാണ്. HAL-ന് 26,700 കോടി രൂപയുടെ കരാർ കിട്ടിക്കഴിഞ്ഞു. 75,000 കോടി രൂപയുടെ കരാർ നടപടികൾ തുടരുകയാണെന്നും പ്രതിരോധ മന്ത്രി. CBI കേസിൽ നിർണായകം. CBI തലപ്പത്ത് വിവാദത്തിൽ നാളെ നിർണായകം. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ അലോക് വർമ്മ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നാളെ വിധി പറയും. അലോക് വർമ്മ കോടതിയെ സമീപിച്ചത് 2 വർഷത്തെ കാലാവധി ശേഷിക്കെ അർദ്ധരാത്രി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ. കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത നീക്കം വഴിവെച്ചത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.